കുട്ടികളുടെ മേജർ ഇവൻസുകളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കുന്നത്. ജനനം അറിയാതെ വരുന്ന ഇവൻസ്, മരണം അറിയാതെ പോകുന്ന ഇവൻസ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു മേജർ ഇവൻസ് ആണ് കല്യാണം എന്ന് പറയുന്നത്. ഈ കല്യാണത്തിനാണ് ഇവിടെ ചൊവ്വാദോഷം വലിയ വില്ലനായിട്ട് കേരളത്തിൽ നിൽക്കുന്നത്. പല മാട്രിമോണി സൈറ്റുകളിലും മാരേജ് കോമ്പാറ്റിബിലിറ്റി എടുക്കുന്ന സമയങ്ങളിൽ അക്സെപ്റ്റൻസ് വരുന്നത് കേരളത്തിൽ റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് കോസ് വരുന്നത് ഈ പറയുന്ന പഞ്ചാംഗമാണ്. ഈ പഞ്ചാംഗത്തിൻ്റെ എഫമറീസ് എന്ന് പറയുന്നത് ബേസിക്കലി നാസയിൽ നിന്നാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ സാധാരണപ്പെട്ടവർക്ക് അതിനെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. ഈ പഞ്ചാംഗത്തിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ 100% ജ്യോതിഷൻ്റെ കാൽക്കുലേഷനെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഈ പഞ്ചാംഗത്തിൻ്റെ ഇതിൽ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മുഹൂർത്തങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതിനെ കണക്ക് കാട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഈ പഞ്ചാംഗത്തിനകത്ത് തന്നെ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ അഷ്ടാംഗം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രമം കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഉപാസനാ ബലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ദേവി ഉപാസകർ സ്പെഷ്യലി ഫോളോ ചെയ്യുന്ന ചില പ്രോസസ്സാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻസിന് കൃത്യമായിട്ട് ഒരു ചില ക്രമങ്ങളുണ്ട്. അത് പൂർവികമായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പിന്നെ ദേശകാലങ്ങൾക്കനുസരിച്ച് നമ്മുടെ സൂര്യൻ്റെ സഞ്ചാരം, ഭൂമിയുടെ കറക്കം, ഇതിനൊക്കെ അനുസരിച്ച് ആ സ്ഥലങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ എല്ലാ പഞ്ചാംഗങ്ങളും കറക്റ്റാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ കറക്റ്റ് അല്ലാത്തൊരു പഞ്ചാംഗത്തെയാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അതെ. അപ്പോൾ എന്തായാലും വിദേശി പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. 100% ആക്യുറസിയുള്ള പഞ്ചാംഗങ്ങൾ മാത്രം ഫോളോ ചെയ്യട്ടെ. അതിനും അപ്പുറം ഇപ്പോൾ നമ്മുടെ ഉപാസന ബലമായി പഞ്ചാംഗമായി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് എല്ലാ പേരും നോക്കുന്നതാണ് ഈ പറയുന്ന അയനാംശയിൽ രാമൻ അനാംശ, ലഹരി, കൃഷ്ണമൂർത്തി, പലതും ഉണ്ട് അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യ നോക്കുന്നത് എന്താണ്? ലഹരി പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഇപ്പം എൻ്റെ കുട്ടി ജനിച്ചത് ദുബായിലാണെന്നുണ്ടെങ്കിൽ ഫ്രാഗന അനാംശയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ? 0 അനാംശ. അപ്പോൾ ഞാനൊരു മലയാളിയാണ്, ഞാൻ ജനിച്ചു വളർന്ന കേരളത്തിനകത്താണ്, ഞാൻ വിശ്വസിക്കുന്ന കേരള സാംസ്കാരിക അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രശാസ്ത്രത്തിനെയാണ്. എൻ്റെ ഭാര്യ ഒരു ഒരു യൂറോപ്പിനാണെന്ന് വിചാരിച്ചോളൂ. അവർ സെറ്റിലായിരിക്കുന്നത് ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ഏരിയാസാണ്. അവർ സെറ്റിലായത് ദുബായിലാണ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയാണ്. അവിടെ ഫോളോ ചെയ്യുന്നത് 0 അനാംശയാണ്. അപ്പോൾ ആസ് എ ജ്യോതിഷൻ കേരളത്തിലിരിക്കുന്ന ഒരു ജ്യോതിഷൻ നോക്കി കൊടുക്കുന്നത് കേരള സിസ്റ്റം പ്രകാരം അല്ലേ? അപ്പോൾ കാൽക്കുലേഷൻ്റെ ആ ഒരു വ്യത്യാസം 100% മെജോറിറ്റി ജ്യോതിഷന്മാർ നോക്കുന്ന രാശിച്ചാട്ട് മാത്രമല്ല നവാംശമായിരിക്കും. ഇതും വിട്ട് താങ്കൾ ലിതേഷി നോക്കുന്നത് മേ ബി അഷ്ടവർഗവും ഷോഡശവർഗവും എല്ലാം ഡീപ്പായിട്ട് നോക്കുമായിരിക്കാം. അതിലേക്ക് പോകുമ്പോഴല്ലേ ഈ പറയുന്ന ഈ അനലിറ്റിക്കൽ എബിലിറ്റിയിൽ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതിപ്പോൾ ഈ രണ്ട് സ്ഥലത്തും നിൽക്കുന്ന ആൾക്കാരിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് ഉദയാൽപരം എന്നൊക്കെ പറയുന്ന കാര്യം എടുക്കുന്നതിൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങൾ. നോർത്തേൺ ഹെമിസ്ഫിയറിലൊന്നും പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഈ വരുന്ന വ്യക്തിക്കകത്ത് ഇത് നമ്മൾ ഈ എന്താ പറയുക അംശകം ചെയ്തെടുക്കുന്നതിനകത്ത് മാതൃസ്ഥാനവും പിതൃസ്ഥാനവും എടുത്തിട്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വളരെ പ്രാചീനമായിട്ടുള്ള ചില മെത്തേഡുകളിലൂടെയാണ് നമുക്കിതിൽ പൂർണ്ണമായിട്ട് എത്താൻ പറ്റുന്നത്. ഈ പ്രാചീന ജ്യോതിശാസ്ത്രത്തിൻ്റെ, അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മളിതൊരു വാനനിരീക്ഷണത്തിലൂടെയും ഒക്കെയാണല്ലോ ഇതിനെ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ശനി ഭയങ്കര മോശമായിട്ടുള്ള ഒരാളായിട്ടൊക്കെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് അല്ലേ? ശുക്രൻ ഭയങ്കര തിളക്കം, നോക്കുമ്പോൾ ഭയങ്കര തിളക്കമുള്ള നക്ഷത്രം ആയതുകൊണ്ട് ശുക്രൻ വിവാഹം കഴിച്ചാലേ തിളക്കം ഉണ്ടാവും എന്നറിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ പ്രാചീനമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസ് ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ അഷ്ടാവർഗം, ഷോഡശവർഗം, ചതുഷ്ഷഷ്ടിയായിട്ട് 64 അംശകമൊക്കെ എടുത്തിട്ട് നമ്മൾ വർഗം ചെയ്യുക. അങ്ങനെ ഇൻഡെപ്തിൽ വർഗം ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ടൊരു അക്യുറസി കിട്ടുള്ളൂ. പക്ഷേ ഈ അക്യുറസി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പരിമിതികൾ വരും. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് മാക്സിമം പോവുകയാണെങ്കിൽ ഒരാളെ ഒക്കെ നമുക്ക് അത്തരത്തിൽ കൺസൾട്ടേഷൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് ചിലപ്പം ഒരുപാട് സമയം എടുത്തെന്ന് വരും. ഒരു ദിവസത്തിൽ പകുതിയോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനോ ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് കൃത്യതയുണ്ടാകും. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഇത്തരത്തിലുള്ള ഇൻഡെപ്തിലുള്ള നോളജ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രാചീന ഗ്രന്ഥങ്ങളിലുള്ള അവലോകനങ്ങളില്ലാത്തതിൻ്റെ ചില പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഈ ആക്യുറസി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പ്രതീക്ഷ പറഞ്ഞതിനകത്ത് 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ശനി, അത് നമുക്കതിലേക്ക് വരാം. ആദ്യത്തെ പോയിന്റ്സ് ഈ പറയുന്ന ആക്യുറസി. ഒരു ജ്യോതിഷന് എന്താ പറയുക വേറെ ജോലികളും തന്നെ ഇല്ലേ? അതായത് ഒരു പ്രശസ്തനായൊരു ജ്യോതിഷൻ മിനിമം ഒരു 10 പേര് കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും വരും. ഇന്ത്യക്കകത്ത് പല ജ്യോതിഷന്മാരുമായിട്ട് വർഷങ്ങൾ കൊണ്ട് 2008 മുതൽ എനിക്ക് നല്ലൊരു ആത്മീയ ബന്ധമുണ്ട്. അപ്പോൾ ഈ അജയ് ബാംബി ഉൾപ്പെടെ അവരോട് നിരന്തരം സഞ്ചരിക്കാനും പല കോൺക്ലേവുകൾ പല രാജ്യങ്ങളിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ അസ്ട്രോളജി കോൺക്ലേവ്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇവരിൽ നിന്നൊരു അനാലിറ്റിക്കൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണിപ്പയ്യൂർ ഉൾപ്പെടെ അദ്ദേഹമായിട്ട് വളരെ ആത്മബന്ധമുണ്ട്. അപ്പോൾ പക്ഷേ ഇവർക്കൊക്കെ ക്ലയൻറ്റ് ലിസ്റ്റ് ഭയങ്കര കൂടുതലാണ്.
അതാണ് അവിടെ 100ഉം 200ഉം പേരാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എവിടെയാണ് ഇവരുടെ പേഴ്സണൽ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുക? താങ്കൾ പറഞ്ഞ പോലെ ഒരു ജ്യോതിഷൻ ഒരു ജാതകൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് മിനിമം 4 മണിക്കൂർ എടുക്കില്ലേ? തീർച്ചയായിട്ടും എടുക്കും. 4-ന് മുകളിൽ പോയാലേ ഉള്ളൂ സംശയം. ഇതും ഈ പറയുന്ന ആക്യുറസിയുള്ള ക്രെഡൻഷ്യൽസ് കിട്ടുകയാണെങ്കിൽ ടൈം, ഡേറ്റ്, പ്ലേസ് അല്ലേ, അപ്പോൾ ജാതകം എടുത്തു കൊടുക്കാം. മാനുവലി എഴുതുകയാണെങ്കിൽ എവിടെയാണോ തെറ്റ് ആദ്യം സംഭവിക്കുന്നത് അവസാനം വരെ റിഫ്ലക്റ്റ് ചെയ്യില്ല. തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അവിടെയാണ് ഈ ഇതിൻ്റെ ആക്യുറസിക്ക് മൊത്തം ബുദ്ധിമുട്ട് വരുന്നത്. കറക്റ്റ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു ജ്യോതിഷൻ എത്ര ജാതകം ഒരു ദിവസം എഴുതും? അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്ത് എഴുതുക എന്ന് പറയുകയാണെങ്കിൽ സമയമെടുക്കുന്ന കേസ്. അപ്പോൾ ഇവിടെ ഒരിക്കലും ജ്യോതിഷം ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ജ്യോതിഷത്തെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് ശാസ്ത്രത്തിന്റെ പ്രശ്നമല്ല, ശാസ്ത്രജ്ഞന്മാരുടെ പ്രശ്നമാണെന്ന് പറയുന്നത്. അതായത് ഇത് ഫോളോ ചെയ്യുന്നതിനകത്ത്, അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ല രീതിക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ പോലും ഇപ്പം ക്ഷമയോടുകൂടി കേട്ടിരിക്കാനുള്ളൊരു സാവകാശം ജനങ്ങൾക്കില്ല. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം, 10 മിനിറ്റ് കൊണ്ട് നാളെ ഞാൻ എന്താവും എന്ന് അറിയണം, ഇങ്ങനെയൊക്കെ പറയാം. അപ്പം ഇത് നല്ല രീതിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പോലും അയാളെ ചെയ്യാൻ സമ്മതിക്കുകയില്ല. തീർച്ചയായിട്ടും കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെ വരുന്നൊരു സമയത്ത് ഇത് പഠിച്ച അറിവുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് കേരളത്തിലൊക്കെ ഉണ്ട്. ഒരുപാട് ദിവസം ഒരാളെ നോക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ജാതകം എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കറക്റ്റായി വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉപാസനാബലങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടേഴ്സാണ്. അപ്പം ഇത്തരത്തിലാണ്. അപ്പം ജ്യോതിഷം ഒരിക്കലും തെറ്റല്ല. ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെ ജ്യോതിഷവും തെറ്റല്ല, ജ്യോതിഷനും തെറ്റല്ല, പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ജ്യോതിഷനിലേക്ക് എത്തുന്ന ഒരു സമയ രീതികൾ പൂർണ്ണമായിട്ടും വിശകലനം ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ജാതക വിശകലനം ചെയ്ത് സമയമെടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആക്യുറസിയുടെ പോർഷൻ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ശനിയാണ്. ശനി ഇവിടെ നമ്മളിപ്പോൾ ഒരു ജ്യോതിഷനെടുത്ത് പോകുന്ന സമയത്ത് ഫിയർ ഫാക്ടേഴ്സായിട്ട് കാണുന്ന 2 പ്ലാനറ്റുകളിൽ ഒന്നാണ് ശനി. ശനി, താങ്കൾ പറഞ്ഞ പോലെ രാഹു ഒക്കെ ഒരു സൈഡിലുണ്ട്. ശുക്രൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാജയോഗമുണ്ട് എൻ്റെ ജാതകത്തിൽ, എന്തുകൊണ്ട് അനുഭവയോഗമില്ല? ഒരുപാട് പേര് ചോദിക്കുന്നു, എന്തുകൊണ്ട് അനുഭവയോഗമില്ല? മോനെ നിനക്ക് 35 വയസ്സ് രാജയോഗം ഉണ്ടെന്ന് പറയുന്നു അമ്മ. മോൻ 30 വയസ്സ് വരെ കാത്തിരിക്കുക, 5 വർഷം കഴിഞ്ഞാൽ രാജയോഗമില്ല, ഒരു യോഗമില്ല, എന്തുകൊണ്ട് അനുഭവയോഗമില്ല? ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ശനി, ജന്മശനി, 7ാം ശനി, അഷ്ടമശനി എന്നൊക്കെ പറഞ്ഞ് കണ്ടകശനി ഉൾപ്പെടെ, പക്ഷേ ശനിയുടെ ഒരു ദശാകാലങ്ങളിൽ ഏറ്റവും ദൈർഘ്യം കൂടുന്ന ദശാകാലങ്ങളിൽ ഒന്നാണ് ശനി, അല്ലേ? 19 വർഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് ഉള്ള സമയമാണ്. അതിൽ ഒരാൾ പൂർണ്ണമായിട്ടും തകർന്നു പോയാൽ പിന്നെ ഒരിക്കലും കയറി വരില്ല. എല്ലാം തകർന്നാണ് ഒരു ജ്യോതിഷനടുത്ത് എത്തുന്നത്. അപ്പോൾ ജ്യോതിഷൻ്റെ വാക്കുകളാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഒന്നുമില്ല, ഞാൻ കൂടെ ഉണ്ട്, ശനി ഇത്രയും കിലോമീറ്റർ ഇരിക്കുന്ന ശനി ഞാൻ എന്ത് ബാധിക്കാം, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയാക്കിയില്ലെങ്കിലും അയാൾ കോൺഫിഡൻ്റ് ആയിട്ട് കയറി വരും. അവിടെയാണ് ശനി വച്ച് പേടിപ്പെടുത്തുന്നത്. ശനി വന്നു കഴിഞ്ഞാൽ ഈ 7ാം ശനി ഒറ്റ ക്വസ്റ്റനാണ്. 7ാം ശനി എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന 2.5, രണ്ടാമത് 2.5, മൂന്നാമത് 2.5, ഈ ലാസ്റ്റ് എല്ലാം തന്നിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ വരുന്ന 2.5 വർഷത്തിലേക്ക് എല്ലാം നഷ്ടപ്പെടുമെന്നും പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? അല്ല, ഇതിനകത്ത് അങ്ങ് ചോദിച്ചതിലൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് രാജയോഗം അവിടെ തന്നെ തുടങ്ങാം നമുക്ക്. അതെ, ശരി. രാജയോഗം ഉണ്ടായിട്ട് രാജയോഗം അനുഭവിക്കാൻ പറ്റുന്നില്ല. ശുക്രദശയിലായിട്ടും ശുക്രൻ്റെ യാതൊരു ഗുണവുമില്ല. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. എനിക്കിപ്പോൾ ശുക്രദശയാന്നൊക്കെ പറയുന്നത്, പക്ഷെ എൻ്റെ കയ്യിൽ യാതൊരു ഗതിയുമില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ജാതകം എടുത്താലും നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് 2 ഒരേപോലെ, അതായത് ധനികനാകാനുള്ള യോഗം, ദരിദ്രനാകാനുള്ള യോഗം, 2 കാണാം, ഒരേപോലെ കാണാമല്ലോ. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ അല്പുത്തമാദി യോഗം കാണാം, ചില ആൾക്കാർക്ക് ഈ എന്താ പറയുക വിപരീത സരള രാജയോഗം, അല്ലെങ്കിൽ ഇങ്ങനെ 2 യോഗങ്ങൾ ഒരേ ഇതിന് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക ജാതകങ്ങൾ എല്ലായിടത്തിലും നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. ഗുണവും ഉണ്ടാവും, രാജാവാകാനും ദരിദ്രനാകാനും, നല്ല സന്താനങ്ങളോട് കൂടി ജീവിക്കാനും ഭാര്യയായിട്ട് അടി ഉണ്ടാക്കാനും ഉള്ള 2 യോഗങ്ങളും കാണാം. അപ്പോൾ ഇതിൽ ഏതാണ് വർക്കാവുന്നത് എന്നുള്ളതാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇതിനകത്ത് നമ്മളിൽ ഗ്രഹങ്ങൾ, ഇപ്പം പൊതുവേ നമ്മളിപ്പോൾ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് ചെന്നാൽ ആദ്യം നമ്മൾ ചോദിക്കും, എങ്ങനെ എൻ്റെ സമയം ഇപ്പം എങ്ങനെയുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ പറയും ഇപ്പം ഇങ്ങനെയാണ്, ഇന്ന ദശയാണ്, ദശാസന്ധിയാണ്, ഇത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കഴിയുമ്പോൾ ശരിയാവും. പക്ഷെ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് ഇയാൾക്ക് ശരിയാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം.
അപ്പം ശനിദശയെ കുറിച്ചിട്ട് ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ. ഈ ശനിദശയിൽ നമുക്കൊരു തുമ്മൽ വന്നാൽ പോലും നമ്മൾ നോട്ടീസ് ചെയ്യും. ശരിയാ, നമ്മൾ പറയും ശനിദശ ആയതുകൊണ്ടാണ് തുമ്മിയത്. ശുക്രദശ തുമ്മിയാൽ പറയും നാളെ നല്ലത് വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ശുക്രദശയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ശനിദശയിൽ വരുന്നതിൽ കുറച്ചുകൂടി നമ്മൾ അലേർട്ടാണ്. അപ്പം നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഈച്ച് ആൻഡ് എവറി പ്രശ്നങ്ങൾ നമുക്ക് എന്തായി തോന്നും, ശനിയുടെ ദോഷം കൊണ്ടാണ് എന്ന് തോന്നാനൊരു സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ശുക്രൻ്റെ ദശാസന്ധിയിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ അനുഭവിക്കുന്നത്. ഈ ദശാസന്ധിയിൽ പൊതുവെ ആൾക്കാർക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്ലാസിബോ എഫക്റ്റാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.